വയനാട് ദുരന്തബാധിതരെ എയർലിഫ്റ്റ് ചെയ്തതിന് പണം ആവശ്യപ്പെട്ട കേന്ദ്ര നടപടി ദൌർഭാഗ്യകരമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. തൃശൂർ രാമനിലയത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. കേരളത്തോട് കേന്ദ്രം ശത്രുതാപരമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. വയനാടിന് വേണ്ടി കേന്ദ്രം എന്ത് സഹായം ചെയ്തു എന്നതാണ് പ്രധാനം. ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിന് പണം ചോദിച്ചത് ഒരിക്കലും അംഗീകരിക്കാനാകില്ല. ആ തീരുമാനം തിരിച്ചെടുക്കണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. നേവിയുടെയും അതോടൊപ്പം സൈന്യത്തിന്റെ സേവനം ഉപയോഗിച്ചതിനുള്ള പണം തിരികെ കൊടുക്കണം എന്ന് പറയുന്നത് കേട്ടുകേഴ്വിയില്ലാത്ത കാര്യമല്ലേ? ഒരു ദുരന്തമുണ്ടായാൽ ദുരന്ത സ്ഥലത്ത് സൈന്യം ഉണ്ടാകും, നേവി ഉണ്ടാകും, എയർഫോഴ്സ് ഉണ്ടാകും. അവർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പണം മുഴുവൻ സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കണമെന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് ആ തീരുമാനം കേന്ദ്ര ഗവൺമെൻറ് പിൻവലിക്കണം. വയനാട് ദുരന്തത്തിൽപ്പെട്ട പാവപ്പെട്ട ആളുകളുടെ പുനരധിവാസത്തിന് വേണ്ടി കേരള ഗവൺമെൻറ് നൽകിയ നിവേദനം പരിഗണിച്ച് സ്പെഷ്യൽ പാക്കേജ് അനുവദിക്കുകയാണ് വേണ്ടത്. കേന്ദ്രത്തിൻ്റെ ഈ നിലപാട് രാഷ്ട്രീയ കളിയാണ്. ഇത് അവസാനിപ്പിക്കണം. കേരളത്തിലെയും വയനാട്ടിലെയും ജനങ്ങളോടുള്ള ഈ വെല്ലുവിളി അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാൻ. സംസ്ഥാനം വൈദ്യുതി വില വർധനവ് പിൻവലിക്കണം. CPMന് വൈദ്യുതി എന്നും കറവപ്പശുവിനെ പോലെയാണ്. ജനങ്ങളെ ഷോക്കടിപ്പിക്കുന്ന നടപടിയാണ് വൈദ്യുതി മന്ത്രി സ്വീകരിക്കുന്നതെന്നും 16-ന് വൈദ്യുതി ഓഫീസുകളിലേക്ക് UDFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും ചെന്നിത്തല വ്യക്തമാക്കി. കേരള ഗവൺമെൻറ് 7500 കോടി രൂപയുടെ അധിക ഭാരമാണ് അധികാരത്തിൽ വന്ന ശേഷം ജനങ്ങളുടെ തലയിൽ വൈദ്യുതി ചാർജ് വർധനയോടുകൂടി നടപ്പാക്കിയിരിക്കുന്നത്. ഈ വൈദ്യുതി ചാർജ് അടിച്ചേൽപ്പിച്ച നടപടി പിൻവലിക്കണം. ഇത് കേരളത്തിലെ ജനങ്ങളെ ഷോക്ക് അടിപ്പിക്കുകയാണ്. CPMന് എന്നും ഇലക്ട്രിസിറ്റി ബോർഡ് ഒരു കറവ പശുവാണ്. ലാവ്ലിൻ മുതൽ ഇന്ന് വരെ ഇലക്ട്രിസിറ്റി ബോർഡ് ഉപയോഗിച്ചുകൊണ്ട് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്ന ഒരു പാർട്ടിയാണ് CPM. PV അൻവർ കോൺഗ്രസിലേക്കെന്ന വാർത്തയെ തള്ളിയ ചെന്നിത്തല എന്റെ അറിവിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്നും വ്യക്തമാക്കി. ചാണ്ടിയുമ്മനെ നിരുത്സാഹപ്പെടുത്താൻ പാടില്ല. ഉമ്മൻചാണ്ടിയുടെ മകനാണ് അദ്ദേഹം. വളർന്നുവരുന്ന ഒരു നേതാവാണ് അദ്ദേഹം. അതൃപ്തി പരസ്യമാക്കിയ വിഷയങ്ങൾ സംസാരിച്ചു. പരസ്യ പ്രതികരണങ്ങൾ ഒഴിവാക്കണമെന്ന് ചാണ്ടി ഉമ്മനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ചെന്നിത്തല വ്യക്തമാക്കി. കോഴിക്കോട്ടെ MP MK രാഘവൻ കോൺഗ്രസ് പാർട്ടിക്ക് മുതൽക്കൂട്ടാണെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. കണ്ണൂർ പ്രശ്നം പരിഹരിക്കാൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. കമ്മിറ്റി പരിശോധിച്ച ശേഷം അക്കാര്യത്തിൽ തീരുമാനമെടുക്കും. ഇതിനെ 2 ജില്ലകൾ തമ്മിലുള്ള പ്രശ്നമായി വ്യാഖ്യാനിക്കേണ്ടതില്ല. MK രാഘവനുമായി രാമനിലയത്തിൽ സൗഹൃദ സംഭാഷണം നടത്തിയതായും ചെന്നിത്തല വ്യക്തമാക്കി. TC വിനോസ്, തൃശൂർ.